ശരിക്കും രേണു ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണോ? ഇനിയിപ്പോൾ എന്തുണ്ടെങ്കിലും ഇങ്ങനെ മുന്നോട്ട് പോവുക, സന്തോഷമായിട്ട് പോവുക. എനിക്ക് ചുറ്റും നല്ല ആളുകളുണ്ട്, അവർ പോസിറ്റീവ് എനർജി എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പം അസുഖത്തിന്റെ തന്നെയല്ല, നമ്മൾ എപ്പോഴും നല്ല മനസ്സോട് കൂടി ഇരിക്കുക, നന്നായിട്ട് മുന്നോട്ട് പോകുക. അതാണ് എന്നെ ഇപ്പം ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പം ഇതിനും മുന്നേ ക്യാൻസറെക്കാളും വലിയ വിഷമായിട്ടുള്ള ജന്തുക്കളുടെ നെഗറ്റീവുകളുടെ വായിന്ന് കേട്ടതാണ് ഞാൻ. ഇതിലും വലിയ നല്ല ക്യാൻസർ, ഇതിലും വലിയ നല്ല ക്യാൻസർ. അതൊരു രോഗമാണ്, അത് ആർക്കും എപ്പം വേണമെങ്കിലും വരണം, ആർക്കും വരുത്തരുത്. ഇപ്പം എനിക്ക് വന്നാൽ തന്നെ ദൈവം ഇത് ആർക്കും വരുത്തരുത് എന്നുള്ള ഒറ്റ പ്രാർത്ഥനയാണ്. ദൈവം തരുവാണെങ്കിൽ ഞാൻ 2 കഴിഞ്ഞിട്ട് സ്വീകരിക്കണം. ഇതിലും ഇവരുടെ വായിന്ന് ഇതിന് കേൾക്കാൻ മടുത്ത്, നമ്മൾ മടുത്ത്. ഇനിയെങ്കിലും ഇനിയിപ്പം ക്യാൻസർ ആണെന്ന് അറിഞ്ഞാലെങ്കിൽ ഇവരുണ്ടായിരിക്കും, ഇനിയും വിറ്റ് കാശാക്കേണ്ട കാര്യം. ഇതാരും പുറത്ത് വിട്ട് വരാൻ നിങ്ങൾക്ക് അറിയാം. എന്നെ വിടാതെ 1.5 വർഷമായിട്ട് എന്നെ വിറ്റ് ക്യാഷ് ഉണ്ടാക്കുന്നത്, എന്നെ വെറും എന്റെ ഫാമിലിയും വലിച്ച് പിച്ച് ചീന്തി സൈബർ ബുള്ളിങ് ഏറ്റവും കൂടുതൽ വാങ്ങി തരുന്ന കുറച്ച് യൂട്യൂബേഴ്സ് ആണ് ഇത് പുറത്ത് വിട്ടത്. ഇതിനൊന്നും അടിസ്ഥാനം ഈ ലാസ്റ്റ് ഞാൻ കേട്ടത് ഏറ്റവും എനിക്ക് ജീവിതത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത മനുഷ്യക്കടന്നെറിയാണ്. ആ പറയുന്നതോടെ മൂന്നക്കുറ്റി നോക്കി അടിക്കാനല്ലേ തോന്നുന്നത്. അടുത്തത് എന്റെ കുഞ്ഞിന്റെ അപ്പം വേറെയാണ്. ഇതിലും വലുത് എന്താ എനിക്കറിയാം. ഇതിലും ഭേദമാണ് ക്യാൻസർ വന്നത്. ഇത്രയും വലിയൊരു അസുഖം വന്നാലും വന്നില്ലേ, അതിങ്ങനെ പുറത്ത് വിടണമെങ്കിൽ അവരൊരു അതിനെ വിറ്റ് കാശാക്കുന്ന ഈ സ്ത്രീയോട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ അമ്മമാരോട് എന്താണ് നമ്മൾ പറയേണ്ടത്? എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയും. അതെ, ഇവർ പറഞ്ഞിട്ടല്ല എന്റെ ഒരു കാര്യം അറിയേണ്ടത്. എന്തുവാകട്ടെ ഈ വൃത്തികെട്ട സ്ത്രീ തന്നെ ഇവരെ ചുറ്റിപ്പറ്റിയുള്ള കാര്യം ഇതിന് മുന്നേ ഞാൻ ഒരുപാട് മെഡിക്കൽ അലിഗേഷൻസ് ആയിട്ട് ഇവർ പുറത്ത് വന്നിട്ടുണ്ട്. അബോർഷന്റെ കേസ് കിട്ടി വരെ പറഞ്ഞിട്ട് വെറുതെ പറയുമല്ല, മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടല്ലേ ഇവിടെ പറയുന്നത്. അങ്ങനെയല്ല ഈ പറയുന്നത് കാശിനല്ലേ. ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീയൊക്കെ ഈ അവരുടെ പേര് പോലും പറയുന്നത് താല്പര്യം. ഈ സ്ത്രീയൊക്കെ 10-68 ലക്ഷം രൂപ എങ്ങനെ ഒപ്പിച്ചിട്ടുണ്ട് എന്റെ കാര്യം തന്നെ. ഒരു തന്നെ ഒരു പോകുന്നൊക്കെ അവൻ എന്നെ കുറിച്ച് മാത്രമേ ഉള്ളൂ. 2-3 പേരെ ആരാനെ പറ്റി പറയുന്നു. ഈ രേണുസുതി എന്ന് പറഞ്ഞ റീച്ചാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാനൊരു ഇയാൾ ഈ ഭൂമിയിൽ ഉള്ളതുകൊണ്ടല്ലേ ഈ പ്രശ്നം. എനിക്ക് എന്തെങ്കിലും വന്ന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ഇവരെ എവിടെ കൊണ്ട് കണ്ടിട്ടുണ്ടാകും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ രേണുസുതിക്ക് ക്യാൻസർ എന്നുള്ള രീതിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം പറയുന്നുണ്ടല്ലേ. പക്ഷേ രേണു ഇതുവരെ അത് എനിക്ക് ക്യാൻസർ ആണെന്നുള്ളത് പുള്ളിക്കാർ തുറന്ന് പറഞ്ഞിട്ടില്ല. ഷെഫീന ബീവിയാണ് ഇത് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷെഫീന ബീവിക്ക് ആരോ അവിടെ പരിമല ഹോസ്പിറ്റലിലുള്ള നേഴ്സ്, പരിമലയിലാണ് ഇവർ ചികിത്സിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ ഉള്ള ഒരാൾ അവിടുത്തെ സിസ്റ്റർ ഈ പുള്ളിക്കാരിക്ക് ഷെഫീന ബീവിക്ക് ഇവൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ നഴ്സുമാർ വേറൊരു യൂട്യൂബേഴ്സിന് ഇങ്ങനെ അയച്ചു കൊടുക്കുമോ, അത് മെഡിക്കൽ എത്തിക്സിന് എതിരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അയച്ചു കൊടുത്തു എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയൊരു ഇത് കാണുന്നില്ല. പക്ഷേ ഇതുവരെ രേണു അത് എനിക്ക് ക്യാൻസർ ആണ് എന്ന് പറയുന്നത് വരെ അതിനൊരു ക്ലാരിറ്റി വരാനുമുണ്ട്. അപ്പോൾ അതിന് മുമ്പേ തന്നെ പുള്ളിക്കാരി ഷെഫീന ബീവിയുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ പറയാം, എന്തെങ്കിലും ചെറുത് കിട്ടിക്കഴിഞ്ഞാൽ ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൂടി എടുത്ത് പറയുന്നൊരു പ്രകൃതമുണ്ട് ഷെഫീന ബീവിയുടെ. അപ്പോൾ ഷെഫീന ബീവി ശരിയാണ്, സത്യമാണ്. ഇപ്പോൾ രേണുസുതി പറയുന്നത് പോലെ തന്നെ നിരന്തരം 1.5-2 വർഷത്തോളമായി പുള്ളിക്കാരി രേണുസുതിയുടെ പുറകെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ രേണുസുതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാനോ അതിനൊന്നും വന്നല്ല. രേണുസുതിൻ്റെ കയ്യിലും ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് പുള്ളിക്കാരി ഇത് ചെയ്തിട്ടുണ്ട്. ന്യായീകരിക്കാനൊന്നും നമുക്കൊരു ഇതുമില്ല. പുള്ളിക്കാരിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഓരോരോ ഇത് നെഗറ്റീവ് പുള്ളിക്കാരിക്ക് നേരിടേണ്ടി വരുന്നത്. ഭയങ്കര ഇതായിട്ടാണ് പുള്ളിക്കാരി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് പറയുന്നത് പോലെ തന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട് കേട്ടോ. പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്, അത് വേറെ കാര്യം. എങ്കിലും എന്താ പറയുക, രേണുവിന് ഇങ്ങനെ ഒരു ക്യാൻസർ എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം ആളുകളും സത്യം പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് പറയുന്നവരാണ്. ഒരിക്കലും നമ്മൾ ആ ഒരു അസുഖത്തിന് അങ്ങനെ കളിയാക്കരുത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എത്ര വലിയ ശത്രു ആണെങ്കിലും നമ്മൾ ഒരാളെ രോഗം കൊണ്ട് നമ്മൾ അവരെ പരീക്ഷിപ്പിക്കല്ലേ എന്നാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. അത് പ്രത്യേകിച്ച് ക്യാൻസർ എന്നൊരു രോഗം. അപ്പോൾ ഈ ഒരു ക്യാൻസർ ഉണ്ട് എന്നുള്ളത് പുള്ളിക്കാർ പറഞ്ഞിട്ടെങ്കിലും അത് വെച്ചിട്ടും ഷെഫീന ബീവി ഒരുപാട് രേണുവിനെ കുറ്റപ്പെടുത്തുന്നതായി കണ്ടു. നമ്മൾ ആ ഒരു രോഗത്തിൻ്റെ ഇതിൽ വെച്ചിട്ട് നമ്മളങ്ങനെ പറയേണ്ട കാര്യമില്ല. രേണുസുദിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ഒരുപാട് ഇത് പുള്ളിക്കാരൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. എന്താ പറയുക, പുള്ളിക്കാർ തന്നെയാണ് ഓവറായിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് യൂട്യൂബേഴ്സിന് ഓരോ ഇത് കൊടുക്കുന്നത്. എന്തിനാ വെറുതെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്താണ് അവരതെടുത്തിട്ട് പറയുന്നത്. അല്ലാതെ ആരും സ്വയം എടുത്ത് പറയുന്നില്ലല്ലോ. അപ്പോൾ ചെറിയൊരു ഇപ്പം ഈ പുള്ളിക്കാരി നിരന്തരം ഷെഫീന ബീവി നിരന്തരം വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പുള്ളിക്കാരി അവരെയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളും അവരെക്കുറിച്ച് പറയുന്നത് കൊണ്ടാണ് നമ്മളെ അവർ കൂടുതലായിട്ട് നെഗറ്റീവ്. ഈ പുള്ളിക്കാരിക്ക് ഷെഫീന ബീവിക്ക് ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരാളെ ഇഷ്ടമല്ല എന്ന് കണ്ട അവരുടെ അടിവേര് വരെ പോയിട്ട് അന്വേഷിച്ച് തെളിവ് കണ്ടെത്തുന്ന ഒരു പ്രകൃതക്കാരിയാണ് പുള്ളിക്കാരി. അപ്പോൾ അത് ആരാണെങ്കിലും, ഈ പറഞ്ഞ ഞാനാണെങ്കിലും ആരാണെങ്കിലും എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരി അത് അടിവേര് വരെ തോണ്ടുന്ന ഒരു പ്രകൃതമാണ്.
അപ്പോൾ അതിനെക്കുറിച്ചിട്ട് റഫീന ബീവിയാണ് ഇവിടെ എന്താണ് പറയുന്നത്. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. പരിമലയുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലാണ് ഇപ്പം ചെക്കപ്പ് ചെയ്യാനായിട്ട് പോയത്. അപ്പം അത്രയും പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ഈവൻ എന്ത് അസുഖമാണെങ്കിലും നമ്മൾ പ്രൈവറ്റ് ആയിട്ട് പോയി ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം എങ്ങനെ ഇത് പുറത്തേക്ക് എത്തി, അല്ലെങ്കിൽ അതായത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തുവാട്ടെ ഞാനിപ്പോൾ ചിലപ്പോൾ ഒരു പനിക്കായിരിക്കും പോയത്, എന്തുവാട്ടെ ഏത് ആശുപത്രി പോയാലും പോയില്ലേലും അവിടുത്തെ നഴ്സിന്റെ സിസ്റ്റർ പറഞ്ഞിട്ടോ നീ റെക്കോർഡ് കൂടെ എടുത്ത് കൊടുക്കാതെ പറഞ്ഞാൽ അത് ഏത് മെഡിക്കൽ എത്തിക്സിൽ ഏറ്റവും തെറ്റായിട്ടുള്ള കാര്യമാണ് ഇവർ ഈ പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കെതിരെ ആശുപത്രി നടപടി സ്വീകരിച്ചേ പറ്റത്തുള്ളൂ, അവർ നല്ലവരാണെങ്കിൽ. അല്ലെങ്കിൽ വീണ്ടും അടുത്ത രോഗി എങ്ങനെ ഈ ആശുപത്രി പോകും നിങ്ങൾ പറ. ചേച്ചിയുടെ വീട്ടുകാരും അമ്മയും അച്ഛനും ഒക്കെ എന്താ ചേച്ചിയോട് അവർ എന്ത് പറയാനാണ്? അവർ ഇതിലപ്പുറം കേൾക്കാൻ ഇനിയില്ല. ഒരു ഫാമിലി ആയിട്ട് ഇതിന് മാത്രം കുറ്റകൃത്യം ഞങ്ങൾ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. ഈ ഇന്റർവ്യൂ കാണുന്ന പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഇതിന് അനുഭവം ഉണ്ടെങ്കിൽ, ചിലപ്പോൾ അച്ഛനാക്കി അമ്മയ്ക്ക് ഭർത്താവാക്കി മകൾക്ക് ആർക്കെങ്കിലും അനുഭവം അവർക്ക് അതിന്റെ വേദന. സാധാരണ ഇപ്പം ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ക്യാൻസർ ആണ്, അവളുടെ സന്തോഷമല്ല, അവൾ തുള്ളട്ടെ, അല്ലെങ്കിൽ അവൾ ഡാൻസ് കളിക്കട്ടെ. ഇത് അങ്ങനല്ല. രേണുസുതിക്ക് ഇതാണ്. അവൾ എന്തിനാണ് പേക്കൂത്ത് കാണിക്കുന്നത്? ഇത് അപ്പോൾ രേണുസുതിക്ക് എന്ത് വന്നാലും വന്നില്ലെങ്കിൽ ഇത് പേക്കൂത്താവുന്ന എങ്ങനെയാണ്? രേണുസുതി എന്താണ് വ്യത്യസ്തപ്പെടുത്തുന്നത് ഇതിൽ നിന്ന്? ഒരു കാര്യമുണ്ട്, ഇനിയിപ്പോൾ അത് വന്നാലും വന്നില്ലേ ഞാൻ എങ്ങനെയാണോ അതേ ധൈര്യത്തോടെ അതേ മനക്കരത്തോടു കൂടി ഞാൻ എന്റെ അപ്പനെയൊക്കെ പറയുന്നത് കേൾക്കണം. എനിക്കറിയില്ല ഇതെന്താണ്, എന്റെ തന്ത ആയതുകൊണ്ട് മാത്രം. ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് ഞാൻ അഭിഹിതം ഇതൊക്കെയാണ് ഇവർ പറയുന്നത്. എന്ത് വൃത്തികെട്ടല്ല, പൈശാചികരാണ് ഇവർ. ഞാൻ ആലോചിക്കുകയാണ്, ഇതിലും എത്രയോ പേരാണ് ക്യാൻസർ വന്നത്. അതുപോലെ അത് കഴിഞ്ഞൊന്ന് വന്നാൽ ഇപ്പോൾ സബ്സ്ക്രിപ്ഷനിലാണ് ചേച്ചിയുടെ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. രേണുസുതി സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, അവിടെ അവർക്ക് കണ്ടന്റ്സും തുടങ്ങി. കണ്ടന്റ്സ് ഭയങ്കര കണ്ടന്റ്സ് ഓട്ടുന്നുണ്ട് നന്നായിട്ട്. വന്ന് ഇവന്മാരൊക്കെ സബ് ചെയ്യുന്നവരുണ്ട്, ഇവന്മാർ പൈസ കൊടുത്തിട്ട് സബിൽ ഇരുത്തിയ പിള്ളേരുണ്ട്, ഇപ്പം ലീക്കാക്കാൻ തന്നെ കയറിയിരിക്കുന്നവരുണ്ട്. വരട്ടേന്നേ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം രേണുസുതി മാത്രമാണോ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്? അല്ല, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റോളാണ് മറ്റോളാണെന്ന് പറഞ്ഞവർ വരെ സബ് തുടങ്ങിയിട്ടുണ്ട്. ഇവരെയൊക്കെ ലീക്കാക്കോ? കാണാം ലീക്കാക്കുന്നത്. പുനയുടെ മാത്രം ലീക്കാക്കാൻ ഈ മണ്ടന്മാർക്ക് അറിയത്തുള്ളൂ. അത്ര നട്ടലില്ലാത്തവന്മാരാണ് ഇവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചേച്ചി ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനൊരു പോരാളിയാണ്, അത് പതിയെ നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ള രീതിക്ക് ഒരു സ്റ്റോറി. തീർച്ചയായിട്ടും ഞാൻ പോരാളി തന്നെയല്ലേ. ഇത്രയും സൈബർ ബുള്ളിംഗ് ഏൽക്കുന്ന ഏത് സ്ത്രീയാണുള്ളത് ഈ സമൂഹത്തിൽ? ഒറ്റയ്ക്ക് നിന്ന് പൊതുവല്ലേ ഇത്രയും പേര്. ഞാൻ ഇപ്പോൾ ഓർക്കുന്ന ഒരുപാട് സ്ത്രീകൾ, ഇതിന് മുന്നേ ഒരുപാട് സ്ത്രീകളൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരുപാട് എന്തുവാണ് സൈബർ ബുള്ളിങ്ങിന്റെ കാര്യമായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ സ്ത്രീകൾ ഇപ്പോഴും ഇല്ലേ? പക്ഷെ അവരൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം എന്നെ ഇങ്ങനെ വിടാതെ പിന്തുടർന്നുകൊണ്ട് എനിക്കിട്ട് മാത്രം. അപ്പം പുള്ളിക്കാരിയെ കളിയാക്കുന്നവരെ കുറിച്ച് പറയുന്നത് ശരിയാണ്. ഇതുപോലെ സൈബർ ബുള്ളിംഗ് ആയിട്ട് ഉള്ളൊരു വ്യക്തി ലോകത്ത് ഉണ്ടാവില്ല, ഈ പുള്ളിക്കാരി തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് മാത്രം പുള്ളിക്കാരും അങ്ങനെ അത് എടുത്തിട്ട് കൊടുത്തത് കൊണ്ട് തന്നെയാണ് ആളുകൾ അതെടുത്ത് പ്രതികരിക്കുന്നതും. അല്ലാതെ ആരും സ്വയം എടുത്ത് പറയുന്നൊന്നുമില്ല. ഇപ്പോൾ നിരന്തരം പുള്ളിക്കാരുടെ പുറകെ നടക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കാരി ചെയ്യുന്നതും അങ്ങനെയാണ്. ഇപ്പോൾ സബ്സ്ക്രിപ്ഷനാണെങ്കിലും അങ്ങനെ ഉള്ള വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ഇതാക്കുമ്പോൾ ആൾക്കാർ അതെടുത്ത് പ്രതികരിക്കുന്നത് ശരിയാണ്. രേണുസുതി മാത്രമല്ല, ഈ ഒരു സംഭവം തുടങ്ങിയിരിക്കുന്ന ഒരുപാട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ സുധിയെ വെച്ചിട്ടാണ് എല്ലാവരും ഒരു ഇതാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സുധിക്ക് മരണശേഷം സുധി ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ മരണശേഷം ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ആളുകൾ അതെടുത്ത് ഇതാവുന്നത്. സുധി എന്ന് പറയുന്ന വ്യക്തി അത്രത്തോളം ജനമനസ്സുകളിൽ ഇടം നേടിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാളെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ഭാര്യ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കാണുമ്പോൾ ആൾക്കാർക്ക് വിഷമം കൊണ്ടാണ് ആളുകൾ അതെടുത്ത് പറയുന്നത്. അല്ലാതെ രേണുവിനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അങ്ങനെയൊന്നുമല്ല. രേണുവിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളുകളാണ് എല്ലാവരും. പിന്നെ ഇങ്ങനെയുള്ള കാണിച്ചുകൂട്ടൽ കൊണ്ട് മാത്രമാണ് രേണുവിനെ എല്ലാവരും വെറുക്കാനും അതുപോലെ ഓരോന്ന് പുള്ളിക്കാരിയുടെ കാര്യങ്ങൾ, പുള്ളിക്കാരി വൾഗറായിട്ടാണ് അഭിനയിക്കുന്നതും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ബാക്കിയുള്ളവർ അഭിനയിക്കുന്നില്ല, സിനിമാ നടികൾ അഭിനയിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷേ ആ വീട് കൊടുത്തപ്പോൾ ആ ഫിറോസിനെ പറഞ്ഞ ആ ഒരു കാര്യങ്ങളും അതുപോലെ കിച്ചുവിനോട് കാണിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ആളുകൾ രേണു എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം രേണുവിനെ കുറിച്ച് പറയുന്നത്. എന്തായാലും വേറൊരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ആദ്യമാണ് ജീൻസ് ഇട്ട് കാണുന്നത് രേണുവിനെ. പക്ഷെ ഷൂട്ടൊക്കെ കഴിഞ്ഞു അല്ലേ? കൊള്ളത്തില്ല ദേഹം. അത് തന്നെയല്ല, എവിടെയെങ്കിലും കത്തിപ്പിടിച്ചല്ലേ തീപ്പൊടി അതും ഇതൊക്കെ ആവും. ചെറിയ കുട്ടിയെ പോലെ ഉണ്ടായിരുന്നു. നല്ല കാര്യമല്ലേ? അമ്മച്ചിയായിട്ടിരിക്കണോ? അതായത് ഞാൻ അങ്ങനെ അമ്മച്ചി മീൻസ് എന്റെ വായ നടന്നത് അങ്ങനെയാണ് സംസാരമാണ് സംഭവിക്കുന്നത്. ചെറിയ കുട്ടിയായിട്ടിരുന്നത് അമ്മച്ചിയായിട്ടിരിക്കണം എന്നാണ് ആഗ്രഹം. എല്ലാവരും ആഗ്രഹം കുഞ്ഞു പിള്ളേരായിട്ടിരിക്കുന്നത്. എന്റെ ബോഡി അങ്ങനെ ആണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാശ് മുടക്കി എന്തായാലും ഇങ്ങനെ ആക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാവരും കാശ് മുടക്കി ഇങ്ങനെ ആ ഞാൻ ഇങ്ങനെ തന്നെ. അപ്പോൾ കാശ് മുടക്കിയല്ല അങ്ങനെ ചോദിക്കേണ്ടത് രേണു കുട്ടിയെ പോലെ ഇരിക്കുന്നത്. അപ്പോൾ കാശ് മുടക്കിയല്ല ഞാൻ ഇങ്ങനെ ആക്കിയിരുന്നു. കാശ് മുടക്കിയതല്ല, അത് ഓരോ ഇതെടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. പുള്ളിക്കാരി ബ്യൂട്ടി പാർലറിന് ഇറങ്ങാറേയില്ല. എന്താ വെച്ചാൽ അവിടെ നിന്ന് തന്നെ ഒരുപാട് വീഡിയോകൾ പുള്ളിക്കാരി എടുത്തത് കണ്ടിട്ടുണ്ട്. അപ്പോൾ കാശ് മുടക്കണില്ല. അപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ ഫ്രീ ആയിട്ടാണ് എല്ലാം ചെയ്തു തരുന്നത്. ഇപ്പോൾ ഫേഷ്യലാണെങ്കിലും അതുപോലെ പല കാര്യങ്ങളും മുടിയുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ടാണ് ആൾക്കാർ
എടുത്തിട്ട് അലക്കുന്നത്, വായ തുറന്ന നുണയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആളുകൾ അതെടുത്തിട്ട് പറയുന്നത്. അപ്പോൾ അതിന് വെറുതെ നമ്മൾ പൊള്ളിയിട്ടോ അല്ലെങ്കിൽ അതിനെതിരെ നമ്മൾ ചൂടായിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അപ്പം എന്താണ് നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അതുമല്ല ഇവളുടെ പുറകെ ക്യാമറ തൂക്കിയിട്ട് നടക്കാനും കുറേ ആളുകൾ. പുള്ളിക്കാരിക്ക് എന്താണ് കുറച്ച് നെഗറ്റീവിലൂടെയാണ് പുള്ളിക്കാർ പോകുന്നതെങ്കിലും ക്യാമറ തൂക്കി കുറേ അവന്മാർ നിരന്തരം പുറകെ നടന്നിട്ട് ഓരോന്ന് എന്താണ് കണ്ടുപിടിക്കാൻ ഓരോ ആൾക്കാരും. അതിനേക്കാളേ രസം. എന്തായാലും ഒരു എന്താണ് ഷൂട്ടിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അത് വേണ്ട. ഓക്കെ, ഇനി എന്തോ ഒരു സാധനം പുള്ളിക്ക് എടുക്കാണ്ടെന്നാണ്. അല്ലല്ല, ഇത് കാണുമ്പോഴാണ് ആളുകൾ അതെടുത്തിട്ട് പറയുന്നത്. പിന്നെ സിനിമാ നടികൾ ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിക്കും. സിനിമാ നടികൾ ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു എന്താണ് ഇങ്ങനെ കാണുമ്പോൾ പുള്ളിക്കാരി അത്രമാത്രം ഒതുങ്ങി നടന്നിട്ട് പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ ആർക്കാണെങ്കിലും അത് എന്താണ് ദഹിക്കില്ല. അതുകൊണ്ടാണ് ആളുകൾ അതെടുത്തിട്ട് പറയുന്നത്. എന്താണെങ്കിലും ഇതൊക്കെ കുറച്ച് ഓവർ തന്നെയാണ്. മനഃപൂർവ്വം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ഇരിക്കുക, എന്താണ് ഭയങ്കര വൾഗറായിട്ട് ഓരോന്ന് ചെയ്യുക, മനഃപൂർവ്വം അത് അങ്ങനെ തന്നെ നെഗറ്റീവ് മാത്രം മതി എന്നുള്ള രീതിയിൽ. അപ്പോൾ പുള്ളിക്കാരി ഇത് അറിഞ്ഞുകൊണ്ടാണോ എന്ന് പോലും സംശയിക്കണം. എന്താ വെച്ചാൽ പുള്ളിക്കാരി ഒരു ഇതിൽ ഇരിക്കുകയാണ്. അപ്പോൾ അത് വീഡിയോ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരി അറിയാതെയും ഒരുപാട് ആളുകൾ ഈ പുള്ളിക്കാരി മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈ രേണു മനസ്സിലാക്കുന്നില്ല. രേണു അതിലൊക്കെ വീണ് പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ പുള്ളിക്കാരി അത് അറിഞ്ഞിട്ട് തന്നെ ഇല്ല. അതിൻ്റെ ഫുൾ ബോഡി എടുത്തിട്ട് അത് ആ ഒരു ഭാഗം മാത്രം സൂം ചെയ്തിട്ട് ഇടുന്ന ആ ഒരു രീതിയാണ് ഇപ്പം നിങ്ങളിതിൽ കണ്ടത്. എന്തായാലും വേറൊരു വീഡിയോയും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. ശ്വാസം വലിക്കല്, ചിരിക്കല്. ഷൂട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് എങ്ങനെ നിൽക്കുന്നത് എന്നുള്ളത് അതൊക്കെ എടുത്തിട്ട് വേറൊരാൾ വീഡിയോ എടുത്തിട്ടാണ് അത് എന്താണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ അപ്പോൾ ഈ പുള്ളിക്കാരി വെച്ചിട്ട് മിസ്യൂസ് ചെയ്യുക തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരി പൈസയ്ക്ക് വേണ്ടിയിട്ട് കണ്ണ് അടച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് യൂട്യൂബേഴ്സ് ആണെങ്കിലും റിയാക്ഷൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും അത് എടുത്തിട്ട് പറയുന്നത്. അല്ലാതെ ആരും പുള്ളിക്കാരി എന്താണ് എന്താ പറയുക, പുള്ളിക്കാരി ആർക്കും ശത്രുതാ മനോഭാവത്തോടു കൂടിയുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പുള്ളിക്കാരി വിറ്റ് കാശാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഷൂട്ടിൻ്റെ പുറകെ ഉള്ള കാര്യങ്ങളൊക്കെ എടുത്ത് എന്താണ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും പുള്ളിക്കാരി കണ്ണടച്ചിരിക്കണം. അപ്പോൾ എന്താ ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി പണത്തിന് വേണ്ടി എന്തും ചെയ്യും എന്നൊരു മേഖലയിലേക്ക് പോയിരിക്കണം. അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് ആളുകൾ എടുത്തിട്ട് പറയുന്നത്. അല്ലാതെ ആരും സ്വയം ഒന്നും പറയുന്നതൊന്നുമല്ല. അപ്പോൾ രേണുസുതി ഇപ്പോൾ ഈ അസുഖത്തിനെക്കുറിച്ചൊന്നും, ക്യാൻസർ എന്നൊരു അസുഖത്തിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഹിൻഡ് ചെറിയ കാര്യങ്ങളൊക്കെയാണ് പുറത്ത് വരുന്നത്. ഇപ്പോൾ അസുഖം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ. അതുപോലെ എന്താണ് ഇത് വെറും ഒരു വ്യാജ വാർത്തയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് നിങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.